ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ലേൺ ആൻഡ് വിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻ കേട്ടറ്റ് കാറ്റഗറി 2 2019 നവംബറിൽ നടത്തിയ ഇംഗ്ലീഷ് പാർട്ടിലെ 121 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ക്ലാസ്സിലേക്ക് കടക്കാം. 121 മുതൽ 127 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പാസേജ് വായിച്ചിട്ട് മാത്രമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പാസേജ് വായിക്കണം. ഇപ്പോൾ ഞാൻ ഓരോരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറഞ്ഞു പോകാം. 121 ദ മാൻ സ്റ്റാൻഡിങ് നിയർ ബൈ. ആൻസർ ഓപ്ഷൻ ഡി, പ്രൈസ്ഡ് വാഷിംഗ്ടൺ ഫോർ ഹിസ് ഡീഡ്. 122 വാഷിംഗ്ടൺ റിപ്ലൈഡ്, ഐ വാസ് പെയിൻഡ് ടു സീ ദ ഡോഗ് സഫർ. The reported form of the sentence is. Answer Washington replied that he was pained to see the dog suffer. Question ഒന്നും കൂടെ വായിക്കാം. Washington replied, I was pained to see the dog suffer. The reported form of the sentence is. Answer Washington replied that he was pained to see the dog suffer. 123 What happened to the poor dog? Answer The dog had fallen into a pit. What happened to the poor dog? Answer the dog had fallen into a pit. 124 From the passage we understand that George Washington was a man. Answer who was willing to help the needy. Question ഒരിക്കൽ കൂടെ വായിക്കാം. From the passage we understand that George Washington was a man. Answer who was willing to the needy. 125 Which of the sentence is true according to the passage? Answer George Washington pulled the dog out of the mud. Question ഒരിക്കൽ കൂടെ വായിക്കാം. Which of the sentence is true according to the passage? Answer George Washington pulled the dog out of the mud. 126 If George Washington had not rescued the dog, it dash. Answer would have suffered much. 127 Identify the word which means to be in a composed and peaceful manner. Answer unperturbed. Question ഒരിക്കൽ കൂടി വായിക്കാം. Identify the word which means to be in a composed and peaceful manner. Answer option B, unperturbed. 128 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. 128 ഡാഷ് ഹെൽപ്സ് എ ടീച്ചർ ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണേഴ്സ് പ്രോഗ്രസ്. ആൻസർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. 129 ദ സെയിൽസ്മാൻ വെൻറ്റ് ഡാഷ് എക്സ്പ്ലെയിനിങ് ഹൗ ദ എക്വിപ്മെൻറ്റ് വർക്ക്സ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൺ. ഇവിടെ പ്രിപ്പോസിഷൻ ചേർക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടെ വായിക്കാം. ദ സെയിൽസ്മാൻ വെൻറ്റ് ഡാഷ് എക്സ്പ്ലെയിനിങ് ഹൗ ദ എക്വിപ്മെൻറ്റ് വർക്ക്സ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓൺ. 130 ലെറ്റസ് ഗോ ഔട്ട് ഫോർ എ വാക്ക്. ആൻസർ ഷാൽ വി. ഇത് ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റസ് ചേർക്കുമ്പോൾ നമ്മൾക്കറിയാം ഷാൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഭാഗം നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ലെറ്റർ, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റർ, നോട്ടീസ്, പ്രൊഫൈൽ, കോൺവെർസേഷൻ, എക്സ്ട്രാ ആർ എക്സാമ്പിൾ ഫോർ. ആൻസർ ഓപ്ഷൻ സി, ലാംഗ്വേജ് ഡിസ്കോഴ്സസ്. 132 ദ സപ്പോർട്ട് എ ടീച്ചർ പ്രൊവൈഡ്സ് ടു ഹിസ് ഓർ ഹെർ സ്റ്റുഡൻറ്റ് ഇൻ ക്ലാസ് ഈസ് കോൾഡ്. ആൻസർ സ്കഫോൾഡിംഗ്. 133 അജയ് വിൽ റിഗ്രറ്റ് ഹിസ് ഡിസിഷൻ സൂണർ ഓർ ലേറ്റർ. The speaker here means that Ajay, answer, is definitely going to be sorry. 134 dash is a test which identifies the weakness of a student in a particular area of the subject. Answer option A, diagnostic test. 135 a reading disorder observed among students is dash. Answer option C, dyslexia. A reading disorder observed among students is dyslexia. 136
The study of the pattern of sounds in a language is called ആൻസർ phonology. 137. The client is dash buying a new house. ആൻസർ interested in. 138. The more you practice speaking English dash it becomes, said the teacher. ആൻസർ the easier. എന്താണ്? The more you practice speaking English the easier it becomes, said the teacher. അങ്ങനെയാണ് the easier ആണ് ഇവിടുത്തെ ആൻസർ. 139. When a student of class 6 says, I cutted the cake yesterday evening, the student dash. The student has over generalized the rules of forming past tense. ഇവിടെ സ്റ്റുഡൻറ്റ് പറഞ്ഞത് കട്ടഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം കട്ടിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസും എന്താണ്? കട്ട് തന്നെയാണ്. ഇവിടെ കുട്ടി ജനറലായിട്ട് ED ചേർത്ത് വരുന്ന പാസ്റ്റ് ഫോമാണെന്ന് വിചാരിച്ച് കട്ടഡ് എന്ന് ചേർത്ത് വായിച്ചു. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെൻ എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 6 says, I cutted the cake yesterday evening, the student has over generalized the rules of forming past tense. അതാണ് ആൻസർ. 140. After the interval, the movie resumed. The underlined word means answer continued. 141. My son loves collecting stamp. He is a dash philatelist. എന്താണ്? My son loves collecting stamps. He is a dash. ആൻസർ philatelist. എന്താണ്? സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരെന്താണ്? philatelist. 142. She was overjoyed dash the prospect of meeting him again. ആൻസർ ഓപ്ഷൻ എ at. വീണ്ടും ഒരു പ്രിപ്പോസിഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രിപ്പോസിഷൻ പാർട്ട് നോക്കിയിട്ട് പോകണം. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ പറയാം. ഷീ വാസ് ഓവർജോയ്ഡ് ഡാഷ് ദ പ്രോസ്പെക്ട് ഓഫ് മീറ്റിംഗ് ഹിം അഗെയിൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ at. 143. ലക്ലി ഹെൽപ്പ് അറൈവഡ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ദ ഇഡിയം മീൻസ് ഡാഷ് അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ്. ഒരിക്കൽ കൂടെ പറയാം. ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞ ഇഡിയത്തിൻ്റെ അർത്ഥം അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ് എന്നാണ്. 144. ദ വെദർ റിപ്പോർട്ട്സ് ഹാവ് അലേർട്ടഡ് ദാറ്റ് ദെയർ വിൽ ബി ഡാഷ് റെയിൻ ദിസ് മച്ച്. ആൻസർ ഫ്രീക്വൻറ്റ്. ഒരിക്കൽ കൂടെ വായിക്കാം. ദ വെദർ റിപ്പോർട്ട്സ് ഹാവ് അലേർട്ടഡ് ദാറ്റ് ദെയർ വിൽ ബി ഡാഷ് റെയിൻസ് ദിസ് മന്ത്. ഫ്രീക്വൻറ്റ്. 145. Identify the part of the sentence that is incorrect. The shopkeeper told us that the prices will be exhibited the next day. ഈ 4 പാർട്ടിൽ എവിടെയാണ് തെറ്റെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആൻസർ വിൽ ബി എക്സിബിറ്റഡ്. 146. No other building here is dash this one. Answer as tall as. No other building here is as tall as this one. 147. Identify the correct usage. The driver asked the passengers dash. Answer to alight from the bus immediately. 148. The boys are very arrogant. They dash to what we say. Answer never agree. 149. Dash the summer holidays this year we went to Munnar. Answer during. During the summer holidays this year we went to Munnar. 150. Has someone picked my book? The passive form of the question is answer has my book been picked. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ഫോം എന്ന പാർട്ടും നോക്കിയിട്ട് പോകണം. ഗ്രാമർ പാർട്ടിൽ നിന്ന് 3-4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷ് പാർട്ടിലെ 30 ക്വസ്റ്റ്യൻ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും പരിചയപ്പെടാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുന്നതിലൂടെ എക്സാമിന് നിങ്ങൾക്ക് വളരെ ഉപകാരം ആവും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്